മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഭൂമിയിലെ അവന്റെ ജീവിതം ഒരു പരീക്ഷണാലയമാണ്. ഓരോ മനുഷ്യനും അവന്റെ ആയുഷ് കാലഘട്ടം വ്യത്യസ്തമായ അളവിൽ ഏറിയും കുറഞ്ഞും ഭൂമിയിൽ ജീവിച്ച് അവസാനിക്കും. ആ ജീവിതം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഭൂമിയിലെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന ചോദ്യത്തിന് ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഒരൊറ്റ മറുപടിയേ നമുക്കുള്ളൂ: അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഒരു കർഷകൻ തന്റെ കൃഷിഭൂമിയിൽ മണ്ണിളക്കി വിത്ത് വിതച്ച് വെള്ളവും വളവും ഇട്ട് കാത്തിരിപ്പുകൾക്ക് ശേഷം അതിന്റെ വിളവെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ വിളവെടുക്കുന്ന ഘട്ടത്തിൽ അവൻ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയും സന്തോഷവും യഥാർത്ഥത്തിൽ ഒരു കർഷകനെ പോലെ തന്റെ ജീവിതം, ഈ ഭൂമിയിലെ സമയം അള്ളാഹുവിന് വേണ്ടി കൃഷിയെടുക്കുന്ന, അള്ളാഹുവിന് വേണ്ടി വിളവിറക്കുന്ന, ആ വിളവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് നമ്മൾ ഓരോരുത്തരുടേത്. അഥവാ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ ഭൂമിയിൽ കാലൂന്നി ശിരസ് ആകാശത്തേക്ക് ഉയർത്തി ലംബമായി സഞ്ചരിക്കുന്ന ഈ ഇരുകാലി ജീവി, ഹയവാനുൻ നാത്തിഖ് അഥവാ സംസാരിക്കാൻ ശേഷിയുള്ള ജീവി, ചിരിക്കാനും ചിന്തിക്കാനും ശേഷിയുള്ള ജീവി, ആ മനുഷ്യൻ എന്ന് പറയുന്നത് അലക്ഷ്യമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയല്ല. വളരെ സുചിന്തിതവും സുവ്യക്തവുമായ ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ളവനാണ്, ലക്ഷ്യം നേടാനുള്ളവനാണ്. എല്ലാവർക്കും വേണമെങ്കിൽ വിജയിക്കാം. എല്ലാവർക്കും വിജയിക്കാൻ കഴിയുന്ന ഒരു മത്സരത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു മത്സരം ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ജീവിതം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചവട്ടങ്ങളിൽ നിന്നും, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഓരോ അവബോധങ്ങളിൽ നിന്നും, നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ബോധ്യപ്പെടലുകളിൽ നിന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടും അനുഭവിച്ചും മാത്രം പരിചയമുള്ള ഒരു സൃഷ്ടാവിനെ കണ്ടെത്തേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവിതമാകുന്ന ഈ പ്രയാണത്തിന്റെ ലക്ഷ്യം അതാണ്. ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ അവന് കഴിയണം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹുവിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി കരുതി വെക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടാകണം. ബോധപൂർവമായ നീക്കങ്ങൾ. ബോധപൂർവമായ നീക്കങ്ങൾ ഇല്ലെങ്കിൽ, അലക്ഷ്യമായ ജീവിതമാണെങ്കിൽ, നമുക്ക് ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗങ്ങളും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ആലോചിച്ച് നോക്കൂ. കോടാനുകോടി ജീവിവർഗങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ആ ഓരോ ജീവിവർഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലക്ഷ്യം, അതിന്റെ സൃഷ്ടാവ് ഒരു ലക്ഷ്യം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് ഓരോ ജീവിയും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. പശു പാല് തരുന്നു. ഓരോ ജീവിവർഗങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ താളത്തെ നിലനിർത്തുന്നതിൽ, പ്രകൃതിയെ നിലനിർത്തുന്നതിൽ അതിൻ്റെതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സസ്യങ്ങളും അങ്ങനെയാണ്. എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ അവയുടെ എല്ലാത്തിന്റെയും ലക്ഷ്യം അതൊക്കെയും നശിച്ച് ഈ ഭൂമിയിലേക്ക് വിലയം പ്രാപിക്കുന്നതോടുകൂടി, ദ്രവിച്ച് മണ്ണായി തീരുന്നതോടുകൂടി തീർന്നു. പരലോക ജീവിതത്തെക്കുറിച്ചോ സ്വർഗനരകങ്ങളെ കുറിച്ചോ
നമുക്ക് ചുറ്റും ജീവിക്കുന്ന നാൽക്കാലികൾ ആവലാതിപ്പെടേണ്ടതില്ല. അവയുടെ ജീവിതം ഈ ഭൂമിയിൽ ദ്രവിച്ച് മണ്ണായി തീരുന്നതോടുകൂടി കഴിഞ്ഞു. പക്ഷെ മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യന്റെ ജീവിതം അവിടെ നിന്ന് മറ്റൊരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ വിജയിക്കുന്നവനാണ് ഭൂമിയിലെ ജീവിതം കൊണ്ട് വിജയം കരസ്ഥമാക്കിയ മനുഷ്യൻ. ആ യാത്രയിൽ പരാജയപ്പെട്ടു പോയാൽ ഭൂമിയിലെ 60-70 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ അനശ്വരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മനുഷ്യൻ പരാജയമാണ് സമ്പാദിക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക. നമുക്ക് മുമ്പിലേക്ക് വന്ന അള്ളാഹുവിന്റെ അംബിയ മുർസലീങ്ങൾ വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ആ വിജയത്തിലേക്കുള്ള വഴിയായിരുന്നു. ആ വഴിയാണ് മാറ്റിവെക്കുന്നതെങ്കിൽ മറ്റ് ജീവിവർഗങ്ങളും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ഉറങ്ങുന്നുണ്ട്, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികമായ ഇടപാടുകളിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന തർബിയത്ത് എന്ന് പറയുന്ന ഒരു മർമ്മപ്രധാനമായ ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഒരു വളർച്ച എങ്ങനെയുള്ള വളർച്ചയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ഒരു വളർച്ച. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അവൻ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിലകൊണ്ടുകൊണ്ട് വളരുകയാണെങ്കിൽ ആ വളർച്ച സൗന്ദര്യമല്ല. നമ്മൾ പറയാറുണ്ട്, ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ ഒരു നദി പൊട്ടി ഒഴുകുമ്പോൾ ആ നദി ഒഴുകാൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പൊട്ടിത്തകർന്ന പാറക്കഷ്ണങ്ങൾ അതിലൂടെ കുത്തിയൊഴുകി വരും. ആ പാറക്കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ മൂർച്ചയേറിയ അരികുകളുള്ള ചതുരവും ഷഡ്ഭുജവും ത്രികോണവും ഒക്കെ ആയിട്ടുള്ള പാറക്കഷ്ണങ്ങളാണ് കുത്തിയൊഴുകി വരിക. പക്ഷെ ആ പാറക്കഷ്ണങ്ങൾ ഒഴുകി ഇങ്ങനെ താഴേക്ക് വന്ന് അവസാനം നമ്മുടെ കൈകളിൽ ആ പാറക്കഷ്ണങ്ങൾ കിട്ടുമ്പോൾ നല്ല മിനുസമുള്ള ഉരുളൻകല്ലുകളായിട്ടാണ് കിട്ടുക. ആ ഉരുളൻകല്ലുകൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് പൊട്ടി ഒഴുകാൻ ആരംഭിച്ചപ്പോൾ അത് മൂർച്ചയേറിയ അരികുകളുള്ള കല്ലുകളായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അത് ഉരുളൻകല്ലുകളാണ്. വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അവന്റെ അരികൊക്കെ മൂർച്ചയേറിയ പരുക്കൻ സ്വഭാവത്തിലുള്ള ജീവിതമായിരിക്കും അവൻ മുന്നോട്ട് പോവുക. പക്ഷെ അവനെ ഒരു ഉരുളങ്കല്ലിന്റെ മിനുസത്തോട് കൂടിയിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവനെ സൗന്ദര്യവൽക്കരിക്കണം. ആ നദിയിലൂടെ ഒഴുകുന്നത് പോലെ ഇസ്ലാമിന്റെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഒഴുകി വരണം. അപ്പോഴാണ് അവന്റെ ജീവിതം മനോഹരമാവുക. അപ്പോഴാണ് ആ മനോഹരമായ ജീവിതം കൊണ്ട് വിജയം നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അവൻ എത്തിപ്പെടുക. നമ്മൾ ആലോചിച്ച് നോക്കിയിരുന്നോ, വിജയിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിടത്ത് നാളെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിജയത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലവാരത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോ അംബിയാഇ വൽ മുർസലീൻ വസ്സിദ്ദീഖീൻ വശുഹദാ 4 കാറ്റഗറിയിലാണ്. ഞാൻ ആ ആയത്തുകളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അംബിയ മുർസലീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അംബിയാക്കളും മുർസലീങ്ങളും. 3ാമത്തെയും 4ാമത്തെയും കാറ്റഗറി പറയുന്നത് സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ. ശുഹദാക്കൾ ആരാണ് എന്ന് നമ്മളോട് പറയേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ 3ാമത് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, സിദ്ദീഖീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതാരാന്നറിയോ? എനിക്കും നിങ്ങൾക്കും മുമ്പിൽ കയ്യെത്തിപ്പിടിക്കാൻ കഴിയും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരു ജീവിത ക്രമത്തിലേക്ക് കടന്നു വന്ന മനുഷ്യരാണ് എനിക്കും നിങ്ങൾക്കും കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ ഉൾപ്പെടുന്ന ആളുകളെ പരിചയപ്പെടുത്തിയതാണ്.
അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ സിദ്ദീഖ് എന്ന് പറയാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് അത് നല്ല ഒരു ഉദാഹരണമാണ് നമുക്ക് പറയാം. തന്റെ ജീവിതം കൊണ്ട് താൻ സാക്ഷ്യപ്പെടുത്തിയ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതിനെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയവനാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 20 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഞാൻ സഹോദരങ്ങളുടെ മുമ്പിൽ ആദ്യമേ പാരായണം ചെയ്തു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ എന്ന് വിളിക്കുകയാണ്. നമുക്കറിയാം മക്കയിൽ വിശുദ്ധ ഖുർആൻ വിളിച്ച വിളി യാ അയ്യുഹന്നാസ് എന്നാണ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. എല്ലാവരെയും ചേർത്തിട്ടുള്ള ഒരു വിളിയാണ് മക്കയിൽ വിളിക്കുന്നത്. കാരണം മക്കയിലെ ജനങ്ങളോട് മൊത്തത്തിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാ മനുഷ്യരോടുമുള്ള കുറെ വർത്തമാനം പറയാനുണ്ട്. വിശുദ്ധ ഖുർആൻ പിന്നെയും യാ അയ്യുഹന്നാസ് വിളിച്ചിട്ടുണ്ട്, മദീനയിലും വിളിച്ചിട്ടുണ്ട്. പക്ഷെ മദീനയിൽ വെച്ച് ചില കാര്യങ്ങൾ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു, അല്ലയോ വിശ്വസിച്ചവരെ. അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, അത് എല്ലാ മനുഷ്യരോടുമുള്ള അധ്യാപനമല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ മാലാകമാരിൽ വിശ്വസിക്കുന്ന, വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും പരലോകത്തിലും വിശ്വസിക്കുന്ന, ഖദറിലും വിശ്വസിക്കുന്ന, ഈമാൻ കാര്യങ്ങളെ ഓരോന്നിനെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പഠിച്ചവരെയാണ് അള്ളാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു. നമ്മളത് പഠിച്ചവരാണ്, ഈമാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മൾ, ഇസ്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മൾ. ആ ഇസ്ലാം കാര്യങ്ങളിലൂടെ പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങൾ ജീവിതത്തിൽ തുടർത്തുന്നവരാണ്. അപ്പൊ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും പൂർണ്ണതയിലേക്ക് ജീവിതം കാഴ്ചവെക്കാൻ തയ്യാറെടുത്ത ഒരു സമൂഹത്തെ യാ അയ്യുഹല്ലദീന ആമനു, അങ്ങനെയേ അവരെ വിളിക്കാൻ പറ്റും, അല്ലയോ വിശ്വസിച്ചവരെ. ആ വിളിയിൽ ഞാനുണ്ട്, ആ വിളിയിൽ എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. വലാ തവല്ലൗ അൻഹു വ അൻതും തസ്മഊൻ, നിങ്ങളിത് കേട്ട് കഴിഞ്ഞല്ലോ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ജീവിത പാഠങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം വലാ തവല്ലൗ അൻഹു, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിപ്പോകരുത്. നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതായോധന മാർഗങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനേക്കാൾ നിങ്ങളെ പ്രാധാന്യം കൊടുക്കണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയ ചിലതുണ്ടാകും. നിങ്ങൾ തവല്ലൗ അൻഹു, നിങ്ങൾ അതിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്, പിന്തള്ളി പോകരുത്. വലാ തകൂനു കല്ലദീന ഖാലൂ സമീഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളാകരുത്. കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്, ഞങ്ങൾ കേട്ടു, ശരിയാണ്, ഞങ്ങളുടെ കാതുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല, കേട്ടിരിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ വഹും ലാ യസ്മഊൻ, അവര് യഥാർത്ഥത്തിൽ അവർ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട കോലത്തിൽ അവർ കേട്ടില്ല. അവരുടെ കാതുകളെ കേട്ടിട്ടുള്ളൂ, അവരുടെ കണ്ണുകളെ കണ്ടിട്ടുള്ളൂ. അവരുടെ കണ്ണുകൾ കണ്ടതും അവരുടെ കാതുകൾ കേട്ടതും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, അതിനെ ജ്വലിപ്പിച്ചു നിർത്താൻ പറ്റിയ അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് കടന്നു വന്നിട്ടില്ല. അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ കേട്ടതിന് ശേഷം, അറിഞ്ഞതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം, പറഞ്ഞതൊക്കെ ശരിയാണ്, കേട്ടതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കിപ്പോൾ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട വേറെ ചിലതുണ്ട് എന്ന് കരുതിയിട്ട് അവഗണിച്ചു പോവുകയാണെങ്കിൽ ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ജീവിവർഗം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉപദ്രവകാരികളായ ജീവിവർഗം അസ്സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ, കേൾവിയും സംസാരവുമില്ലാത്ത, ലാ യഅഖിലൂൻ, ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത മനുഷ്യരാണ്. അവർക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, അവരൊരുപാട് വർത്തമാനം പറയും, അവരൊരുപാട് വിശേഷങ്ങൾ പറയും. കുടുംബകാര്യങ്ങളെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും ആഗോള തലത്തിൽ നടക്കുന്ന വലിയ വലിയ പ്രതിഭാസങ്ങളെ കുറിച്ചും ഒക്കെ അഗാധ തലങ്ങളിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കും.
അതൊക്കെ സംസാരിക്കാനുള്ള നാവും കഴിവും ചിന്തയും ശേഷിയും ഒക്കെ അവർക്കുണ്ട്. അവരെ ചുറ്റുപാട് നടക്കുന്ന എല്ലാം അവർ കേൾക്കും. നല്ല പാട്ട്, നല്ല സംഗീതം അവർ ആസ്വദിക്കും. എല്ലാ വിടുവായുത്തങ്ങളും അവർ കേൾക്കും. എല്ലാ കൊള്ളരുതായ്മകളുടെ വർത്തമാനങ്ങളും അവർ കേൾക്കും. അതൊക്കെ ആസ്വദിക്കും. പക്ഷേ നല്ലത് കേൾക്കുന്നിടത്തും നല്ലത് പറയുന്നിടത്തും അവരുടെ കാതുകൾ, അവരുടെ നാവുകൾ അവർ അടച്ചു വച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ പറയാറില്ലേ, എന്താണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നതിലൂടെ വിശപ്പ് മാറുക എന്നത് മാത്രമല്ലല്ലോ ലക്ഷ്യം. വിശപ്പ് മാറുക എന്നത് ഒരു ലക്ഷ്യമാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കണം. നമ്മുടെ ശരീരം പുഷ്ടിപ്പെടണം. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരവയവത്തെ മാത്രമാണ് പുഷ്ടിപ്പെടുത്തുന്നത് എന്ന് സങ്കല്പിച്ചു നോക്കുക. കൈ മാത്രം വളരുന്നു, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് തല മാത്രം വളരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് മാത്രം വളർച്ചയും വികാസം. അതിനെ വളർച്ച എന്നല്ല നമ്മൾ പറയുക, അതിനെ സൗന്ദര്യം എന്നല്ല നമ്മൾ പറയുക, അതിനെ പൂർണ്ണത എന്നല്ല നമ്മൾ പറയുക. അത് വൈരൂപ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഒരു വൈരൂപ്യതയിലേക്ക് മാറിപ്പോയി. എങ്ങനെ? നമ്മൾ ഭൗതികമായ ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കും. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ദീനിന്റെ പാഠങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും അകന്നു മാറിപ്പോയി, അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ആത്മാവിന്റെയും ശരീരത്തിന്റെയും അള്ളാഹു പഠിപ്പിച്ച ഒരു പ്രതലത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തിയാൽ അത് സുന്ദരമായ ജീവിതമാണ് എന്ന് പറയാൻ കഴിയുക. സുന്ദരമായ ജീവിതമുള്ളവനെ വിജയിക്കാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധ്യമുള്ളവൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്ന സുദീർഘമായ ഒരു ഭാഗമുണ്ടല്ലോ, ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല. ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണ്, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങളിൽ അവർ മുന്നേറിയവരാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കൂ. ഖുൽ, പ്രവാചകരെ താങ്കൾ അവരോട് പറയുക, ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല. അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയത് ആരാണെന്ന് പറഞ്ഞു തരാം. ഹൽ നുനബ്ബിയുകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് ആരാണെന്ന്. അമലുകൾ നഷ്ടപ്പെട്ടു പോയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ബാങ്ക് കേട്ടാലും പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യന്റെ അമലുകൾ, അല്ലെങ്കിൽ കൊള്ളരായ്മകളുമായിട്ട് നടക്കുന്ന മനുഷ്യന്റെ അമലുകൾ, മാതാപിതാക്കളെ ആട്ടി ഓടിച്ച മനുഷ്യന്റെ അമലുകൾ, ബന്ധുമിത്രാദികളുമായിട്ട് ബന്ധം മുറിച്ചവന്റെ അമലുകൾ, അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരികളുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അമല് നഷ്ടപ്പെട്ടു പോയ ആളുകൾ ആരാണെന്ന് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, അല്ലദീന ലല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. ഭൗതികമായ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ വിചാരിച്ചത് ഞങ്ങൾ ഈ ചെയ്യുന്നതാണ് ശരി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. ഞങ്ങൾ ചെയ്യുന്നതേ ശരിയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു ശരിയില്ല, അല്ലെങ്കിൽ എന്റെ റൂട്ട് ശരിയാണ്, ബാക്കി മാറ്റിവെച്ചതൊക്കെ കുറെ കാലം കഴിയട്ടെ, പ്രായം കുറച്ചും കൂടി ഒക്കെ ആവട്ടെ, അപ്പോൾ വേണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനും നിയമങ്ങളും ഒക്കെ നോക്കാം. ഇപ്പൊ നല്ല കത്തിജ്വലിക്കുന്ന യൗവനത്തിന്റെ പ്രായമാണ്, നല്ല ആരോഗ്യമുള്ള സമയമാണ്. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ? അപ്പൊ ഞാനൊന്ന് പരമാവധി സമ്പാദിക്കട്ടെ. നല്ല ചിന്തയാണ്, പരമാവധി സമ്പാദിച്ചോളൂ. കത്തിജ്വലിക്കുന്ന യൗവനമാണ്, ഓടി ചാടി പണിയെടുക്കേണ്ട യൗവനമാണ്, നല്ല തിരിച്ചറിവാണ്. പക്ഷെ ആ യൗവനവും ഓടിച്ചാടി പണിയെടുക്കാനുള്ള ആരോഗ്യവും തന്ന അള്ളാഹുവിനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുത് എന്നതാണ് പറഞ്ഞത്. ആരായിരുന്നു നമുക്ക് നൽകിയത്? നിങ്ങളുടെ അധ്വാന പരിശ്രമങ്ങളിൽ നിങ്ങൾക്ക് സ്വയം സമർപ്പിക്കാൻ കഴിയും വിധത്തിലുള്ള ഊർജവും കഴിവും ശേഷിയും ചിന്തയും നിങ്ങളെ പിന്തുണക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെയും ആരാണ് നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്? അത് ഉടമസ്ഥന്റെ തീരുമാനമായിരുന്നല്ലോ.
അപ്പോൾ പിന്നെ ആ ഉടമസ്ഥനെ മറന്നുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത് എങ്കിൽ ആ സഞ്ചാരത്തിന് അപാകതയുണ്ട് എന്നാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത്. അപാകതയുണ്ട് എന്ന് മാത്രമല്ല, നമ്മെ അപകടത്തിൽ ചാടിക്കുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ഉലൈകല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം. ആ പോയ ആളുകളുണ്ടല്ലോ, തങ്ങളുടെ ജീവിതമാണ് ശരി, തങ്ങളുടെ കാഴ്ചപ്പാടാണ് ശരി, തങ്ങളുടെ അധ്വാന പരിശ്രമങ്ങളാണ് ശരി എന്ന് തെറ്റിദ്ധരിച്ച് ഈ മുന്നോട്ട് പോയ ഈ മനുഷ്യർ, ഉലൈകല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിന്റെ ആയത്തുകളെ നിഷേധിച്ചു കളഞ്ഞവരാണ്. അല്ലാഹ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ അമലുകൾ കൊണ്ട് അവരതിനെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. വലിക്കാഇഹി, ആ റബ്ബിനെ കണ്ടുമുട്ടണം എന്നതും അവർ നിഷേധിച്ചിട്ടുണ്ട്. അതൊരു വലിയ വർത്തമാനമാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദരങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. എനിക്ക് എന്റെ നാഥന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ, എന്റെ നന്മതിന്മകൾ പരിശോധിക്കപ്പെടുമ്പോ എന്നെ പരിഗണിക്കുന്ന ഒരു റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടണം. അത് നമ്മുടെ മനസ്സിന് ഏറ്റവും മാധുര്യമേറിയ ഓർമ്മയായി കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാന്നുള്ളത്. എന്റെ റബ്ബിനെ എനിക്ക് കാണാനുള്ളവനാണ്. ഏറ്റവും മാധുര്യമുള്ള ഓർമ്മ എന്താണെന്നറിയോ? നമ്മുടെ മക്കളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വികാരമില്ലേ? കുറെ നാളുകൾക്ക് ശേഷം, സുദീർഘമായ ഒരു ഇടവേളകൾക്ക് ശേഷം നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാധുര്യമുണ്ട്, ഒരു വൈകാരികതയുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാധുര്യമുണ്ട്. അത് രണ്ടും രണ്ടാണ്. സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോ നമ്മൾ അനുഭവിച്ച വികാരങ്ങളും നമ്മുടെ മധുരവുമല്ല സുദീർഘമായ ഇടവേളകൾക്ക് ശേഷം നമ്മുടെ മക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഓർമ്മ വെച്ച കാലം മുതൽ, ഓർമ്മ വെക്കുന്നതിന് മുൻപുള്ളത് പോട്ടെ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും നിങ്ങളും നമസ്കാരം ആരംഭിച്ചത് എന്നാണോ അന്ന് മുതൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ദിശയുണ്ട്. ആ ദിശയിലേക്ക് തിരിഞ്ഞതിന്റെ ലക്ഷ്യം എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നത് മാത്രമാണ്. ഇപ്പോൾ ഞാൻ എന്റെ മനസ്സും ശരീരവും ആ ദിശയിലേക്ക് തിരിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ എന്നോട് പറഞ്ഞ എന്റെ റബ്ബിനെ എനിക്ക് കാണണം, കണ്ടുമുട്ടിയേ പറ്റൂ. ആ കണ്ടുമുട്ടലിനെ അശ്രദ്ധ കൊണ്ട് നിഷേധിച്ചു പോയ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ അശ്രദ്ധരായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആ ഏറ്റവും മധുരമേറിയ സ്വപ്നം അവർ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞു. ഫഹബിതത് അഅ്മാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അവരുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു. നാളെ പരലോക ജീവിതത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അവരുടെ ഭാണ്ഡക്കെട്ടുകളിൽ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഒരുപാട് ഹിമാലയത്തോളം വലിയ അമലുകൾ ഈ ഭൂമിയിൽ ചെയ്തവരാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഭാരവുമില്ല. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ ഒരു ഭാരവുമില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു, അശ്രദ്ധരായി മുന്നോട്ട് പോയി. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന സ്വപ്നം അവർ വിസ്മരിച്ചു കളഞ്ഞു. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു തലം നമ്മളൊന്ന് സ്വപ്നം കാണണം. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്ന മനുഷ്യൻ, ജീവിതത്തിൽ ഓരോ അമലുകളും ചെയ്ത് അള്ളാഹുവിലേക്ക് പരമാവധി അടുത്ത് അള്ളാഹുവിനെ ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് കണ്ടുമുട്ടുക. അതിനുള്ള മാർഗം എന്താ? വിശുദ്ധ ഖുർആനിലേക്ക് തിരിയാറില്ല. വിശുദ്ധ ഖുർആനിലേക്ക് തിരിഞ്ഞാൽ മതി. ബാക്കി വഴി വിശുദ്ധ ഖുർആനാണ് കാണിച്ചു തരാം. വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ അടുക്കുക. ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു പ്രദേശത്തെ കുറിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഒരു പ്രദേശത്തെ കുറിച്ച് പറഞ്ഞിട്ട് സഹാബികളോട് ചോദിച്ചു, ആ പ്രദേശത്തേക്ക് പോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അവിടെ നിന്ന് നല്ല പെണ്ണൊട്ടകങ്ങളെയും കൊണ്ട് ഒരു കേടുപാടുമില്ലാതെ മടങ്ങി വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആ പ്രദേശത്തിന്റെ പേര് ഞാൻ മറന്നു. ആ പ്രദേശം എന്ന് പറയുന്നത്
ഏത് മനുഷ്യരും പോകാനും കാണാനും ആഗ്രഹിക്കുന്ന അത്രയേറെ സൗന്ദര്യാത്മകമായ ഒരു പ്രദേശം, അല്ലെങ്കിൽ അത്രയേറെ പ്രസിദ്ധമായ ഒരു വാണിജ്യ കേന്ദ്രം. സഹാബികൾ ചോദിച്ചു, അങ്ങനെ അവിടെ പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കാശ്മീർ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നാടുകൾ സന്ദർശിക്കണമെന്ന് അവിടെ പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവിടെ നിന്ന് ഏറ്റവും മികവുറ്റ പെണ്ണൊട്ടങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഭവത്തിന്റെ ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ആ യാത്രയും അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല വിഭവം പെണ്ണൊട്ടകം. അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇത് കിട്ടും. എവിടെ നിന്ന്? നിങ്ങൾ പള്ളികളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ നമസ്കാരങ്ങൾക്ക് മുൻപ് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് 2 ആയത്ത് പാരായണം ചെയ്താൽ 2 ഒട്ടകങ്ങളെ കിട്ടിയവനെ പോലെയാണ്. 3 ആയത്തുകൾ പാരായണം ചെയ്ത് 3 ഒട്ടകങ്ങളെ കിട്ടിയവനെ പോലെയാണ്. 4 ആയത്ത് പാരായണം ചെയ്താൽ 4 ഒട്ടകങ്ങളെ കിട്ടിയവനെ പോലെയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മളങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് അള്ളാഹു? ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ച അള്ളാഹു. ആ പോയിന്റ് മനസ്സിൽ വിടാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ തിരിയുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായ വർത്തമാനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഏറ്റവും മാധുര്യമേറിയ സ്വപ്നം എന്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടാനുള്ള ആ റബ്ബിന്റെ വർത്തമാനമാണ് ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ചു നോക്കൂ. ഇനി നമ്മുടെ നമസ്കാര വേളയിൽ സുബഹിക്ക് ശേഷം അല്പസമയം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചു നോക്കൂ. ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുൻപ് വിശുദ്ധ ഖുർആനിൽ നിന്ന് 5 ആയത്ത് 10 ആയത്ത് ഞാനൊന്ന് വായിക്കും അർത്ഥസഹിതം. വല്ല നഷ്ടമുണ്ടോ നമുക്ക്? ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം മൊബൈലിലും അന്ന് വന്ന മെസ്സേജുകളും എല്ലാ സോഷ്യൽ മീഡിയയുടെ എല്ലാ മുക്കുമൂലകളും പരതിയതിനു ശേഷം ഉറങ്ങുന്നവരാണ് നമ്മൾ. ഉറങ്ങുന്നതിന് മുൻപൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് ഞാൻ എന്റെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ എന്റെ റബ്ബുമായി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ആ റബ്ബിനെന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് ഞാൻ കേട്ടു. ആ റബ്ബുമായിട്ട് എന്റെ ഒരു ബന്ധം ഞാൻ ഇങ്ങനെ നിലനിർത്തും. ഏതിലൂടെ? വിശുദ്ധ ഖുർആനിലൂടെ. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ചുവട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വഴികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഏത് വിഷയത്തിലും നമ്മൾ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ശക്തവും ഏറ്റവും മനോഹരവുമായ ഒരു വാക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലൈൻ ശക്കർത്തും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇനിയും തരാം, വർദ്ധിപ്പിച്ചു തരാം, എത്രയും തരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ? നന്ദി കാണിക്കണം. ആ നന്ദി കാണിച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന അകലത്തിലുള്ള ശ്രേഷ്ഠമായ ഒരു പദവിയും സ്ഥാനവുമാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. സത്യസന്ധൻ, ജീവിതം കൊണ്ട് സത്യസന്ധനാവുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, വിശുദ്ധ ഖുർആനിന്റെ ആളുകളാവുക, വിശുദ്ധ ഖുർആനിലേക്ക് ചേർന്ന് നിൽക്കുക. ഇതാണ് നമ്മുടെ വളർച്ചയുടെ, നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും അള്ളാഹുവിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇസ്ലാമിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ, പ്രവാചകന്മാരുടെ പാഠങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് ചെത്തി മിനുക്കി രാഗിയെടുത്ത് മനോഹരമാക്കാൻ കഴിയുന്നത്. ആ മനോഹരമായ ജീവിതത്തിലാണ് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക. പ്രിയമുള്ളവരെ, സിദ്ദീഖ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അത് ഏറ്റവും സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന സങ്കല്പത്തോടുകൂടി വിശുദ്ധ ഖുർആനിലേക്ക് ചേക്കേറാൻ നമുക്ക് കഴിയണം എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ജീവിതം ക്രമീകരിച്ച് സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.